സമരം ഇപ്പോൾ CPM ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. മുൻ MLA കൂടിയായിട്ടുള്ള PV ശ്രീനിജൻ തുടരുന്നുണ്ട്. ശ്രീ PV ശ്രീനിജൻ, താങ്കളുടെ നേരത്തെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം കോടതി ഈ വിഷയത്തിൽ തിരുത്തുന്നുവെങ്കിൽ തിരുത്തട്ടെ, ഒപ്പം സർക്കാർ ഭൂമി ഈ പരാതിക്കാരന് നൽകട്ടെ എന്നുള്ളതാണ്. അത് പ്രായോഗികമാകുന്ന ഒന്നാണോ? അല്ല, ഏതെങ്കിലും കോടതികൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ തെറ്റ് തിരുത്താൻ അവസരമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. കോടതികളൊന്നും പലപ്പോഴും തെറ്റ് പറ്റാത്ത ആളുകളല്ലല്ലോ. കോടതികൾ തെറ്റുകൾ സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ അപ്പീൽ പോലുള്ള സംവിധാനങ്ങൾ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതികൾക്ക് തെറ്റ് പറ്റാറുണ്ട്. ആ തെറ്റുകൾ തിരുത്തേണ്ടത് ഉയർന്ന കോടതികളാണ്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഈ അഭിഭാഷക കമ്മീഷൻ എന്തുകൊണ്ട് ഇത്ര അമിതമായിട്ടുള്ള ആവേശം കാണിക്കുന്നു? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ ഒരു നിർദ്ദേശം, ഓർഡർ 2025 ജനുവരി മാസത്തിലൊരു ഓർഡർ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ അതിർത്തി പങ്കിടുന്ന പെരിയാർ വാലി അടക്കമുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് കുടിയൊഴിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു. അതൊന്നും നടപ്പിലാക്കാതെ ഒരു കോടതി ഇതിലൊരു കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇവരെ കുടിയൊഴിപ്പിക്കണം. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് ആ വരുന്ന അഭിഭാഷക കമ്മീഷനും ആമീനും മറ്റ് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുമാണ്. പക്ഷെ ഇന്ന് വരെ അത്തരത്തിലുള്ളൊരു നടപടി, അതുകൊണ്ടാണല്ലോ പെരിയാർ വാലി അടക്കമുള്ള ആളുകൾ ഇതിൽ കൃത്യമായിട്ട് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിന് പകരം അഭിഭാഷക കമ്മീഷൻ വരാ, ഒരു ഗുണ്ടയെ പോലെ പെരുമാറാ, പോലീസിന് നിർദ്ദേശം കൊടുക്കുക, ഇതൊന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നാളെ ആണല്ലോ ഈ കുടി ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊരു സമയം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയല്ലേ? പോലീസിൻ്റെ ഉത്തരവാദിത്തമല്ല, അതിൽ വരുന്ന അഭിഭാഷക കമ്മീഷനും ആമീനും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നടപടിക്രമം പാലിക്കേണ്ടത് കോടതിയല്ല. കോടതി കുടിയൊഴിപ്പിക്കാൻ പറയുമ്പോൾ അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി തന്നെ ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് വിനീതമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളാരും ധരിപ്പിക്കുകയും ചെയ്യേണ്ടത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതും ധരിപ്പിക്കേണ്ടതും അഭിഭാഷക കമ്മീഷൻ ഈ കോടതിയുടെ പ്രതിപുരുഷനായിട്ട് ഇത് നടപ്പിലാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത്, അഭിഭാഷക കമ്മീഷൻ്റെ അടുത്ത് ഇത് നമ്മൾ രേഖാമൂലവും അല്ലാതെയും ഇത് പല വട്ടം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇത് തയ്യാറാവുന്നില്ല? അവിടെയാണ് ഞങ്ങൾ ഈ ഗൂഢാലോചന, ഈ ലാൻഡ് മാഫിയയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിനെക്കുറിച്ച് ഞങ്ങൾ ഗൂഢാലോചന ആരോപിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ താല്പര്യം? ഈ ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ സെൻറ്റിന് 6 ലക്ഷം വരുന്ന ഈ ലാൻഡ് ഇത്ര തിടുക്കത്തിൽ പിടിച്ചെടുക്കുവാൻ എന്തിനാണ് വ്യഗ്രത കാണിക്കുന്നത്? ഇപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ CPM സമരമുഖത്തുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ റോജി M. ജോണിനെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് പോലും അത് ഇടപെട്ടിട്ടും ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വമോ ഇവിടുത്തെ സ്ഥലം MLA അടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും എന്തുകൊണ്ട് ഈ ദളിതരായിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല? ഞാനൊരു കാര്യം വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, നാളെ കുന്നത്താട് MLA ഈ സമരമുഖത്ത് ഞങ്ങളെല്ലാം മാറി നിൽക്കാം. ഈ സമരത്തെ അദ്ദേഹം നേരിടട്ടെ. തീർച്ചയായും. ഇവിടെ ഇതാ ശ്രീ PV ശ്രീനിജൻ, താങ്കൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും പാർട്ടികൾ ഇടപെടുക അല്ല, മന്ത്രി വരട്ടെ നാളെ. അല്ല, ഒരു മിനിറ്റ് നിങ്ങൾ അല്ല, നാളെ നിങ്ങൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ വരട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി നാളെ കുടിയൊഴിപ്പിക്കാൻ വരുമ്പോൾ ഈ സമരസ്ഥലം സന്ദർശിക്കട്ടെ, MLA സന്ദർശിക്കട്ടെ. ഞങ്ങൾ അതിനനുഭവപ്പെട്ട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ നിന്നോളാം. തീർച്ചയായും. പക്ഷേ താങ്കളും ഒന്ന് ആലോചിച്ച് നോക്കൂ, 2023 മുതൽ അവിടെ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നു. രാഷ്ട്രീയമല്ല, ഇതിലെന്ത് രാഷ്ട്രീയമുള്ളത്? ഇത് രാഷ്ട്രീയമല്ല. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്ക് ആ വിഷയത്തിൽ വന്ന് ഇടപെട്ട് കുറച്ചുകൂടി നല്ലൊരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാമായിരുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നൊന്നും കുടിയൊഴിപ്പിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അതിനെ ശക്തമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ തടഞ്ഞിരുന്നു. ഇപ്പോൾ MLA എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഒരു കേസ് പോലും വരാതിരുന്നത്? കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. നിയമപരമായിട്ട് നിങ്ങൾ നടപടിക്രമം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസുകളൊന്നും വരാതിരുന്നത്.
നിങ്ങൾ അന്വേഷിച്ചോളൂ. ഒരു കേസ് പോലും ഇന്ന് വരെ, നാളെ എനിക്കറിയില്ല, പക്ഷേ ഇന്ന് വരെ നമ്മൾ നിയമപരമായിട്ട്, ഞാൻ ജനപ്രതി എന്നുള്ള രീതിയിൽ നിയമപരമായിട്ടുള്ള സാധ്യതകൾ മാത്രമാണ് കഴിഞ്ഞ 14 തവണയും. എന്തുകൊണ്ടാണ് പോലീസ് ആക്രമണം ഒരിക്കൽ പോലും ഉണ്ടാകാതിരുന്നത്? അത് ആ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടലുകളാണ് ഇന്ന് ഭരണ സംവിധാനത്തിലിരിക്കുന്ന മന്ത്രിമാരും MLA-മാരുമായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ശരി, ഒരു കാര്യം കൂടി. താങ്കളൊരു അഭിഭാഷകൻ കൂടി ഇത് രാഷ്ട്രീയത്തിന് ഇവിടെ 2.65 ഏക്കർ ഭൂമിക്ക് ഒരു ഉടമസ്ഥനുണ്ട് എന്നും ആ ഉടമസ്ഥൻ ശങ്കരൻ നായർ ആണ് എന്നും സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അവിടെ പൈപ്പ് ലൈൻ ഉണ്ട്, അവിടെ വീടുകൾക്ക് കെട്ടിട നമ്പർ ഉണ്ട് എന്ന്. നമുക്കറിയാമല്ലോ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയത്തിൽ ഇതൊന്നും ഇതൊരു വസ്തുതാപരമായൊരു തിരുത്തുണ്ട്. അല്ല, വസ്തുതാപരമായിട്ടൊരു തിരുത്ത് പറഞ്ഞോളൂ. സുപ്രീം കോടതി വിധിയല്ല, സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്തില്ല. ഹൈക്കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി അതിൽ പോയിട്ട് SLP പോയിട്ട് അഡ്മിറ്റ് ചെയ്തില്ല. അപ്പോൾ ഹൈക്കോടതി വിധിയാണ് യഥാർത്ഥത്തിൽ ടെക്നിക്കലി നിലവിലുള്ളത്. ശരി, അപ്പോഴും എൻ്റെ ഒരു സംശയം, അതായത് മറ്റൊരാളുടെ ഉടമസ്ഥതയിൽ നമുക്കറിയാം ഇപ്പോൾ തണ്ടപ്പേര് ഉൾപ്പെടെ മാറ്റേണ്ടതുണ്ട്, മുന്നാധാരങ്ങൾ വേണ്ടതുണ്ട്. ഒരു ഭൂമി ആധാരം ചെയ്ത് നൽകിയാൽ പോലും ആ ഭൂമി ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ വരുന്നതല്ല എന്നതാണല്ലോ നമ്മുടെ നിയമം. അത് താങ്കൾക്കും ബോധ്യമുള്ളതായിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് ഈ ഭൂമിയുടെ ആധാരം പോലും ഇവരുടെ പേരിലൊക്കെ ആണെങ്കിൽ പോലും അത് സാങ്കേതികമായി ക്രയവിക്രയം ചെയ്യാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കെ ഇവരെ അവിടെ പാർപ്പിച്ചു എന്നതുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള പോക്ക് വീണ്ടും സങ്കീർണമാവുകയല്ലേ ചെയ്യുന്നത്? ശ്രീ PV ശ്രീനിജൻ, അവർക്ക് ആ ഭൂമി വിൽക്കാനോ വാങ്ങാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയല്ലേ? അതിലൊരു തീർപ്പാണല്ലോ ഉണ്ടാകേണ്ടത്. ആ തീർപ്പാകുന്നതിന് വേണ്ടിയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2023 ആ തീർപ്പാകുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വേറൊരു കേസ് കൊടുത്തത്. എന്താ കേസ്? 19 ഏക്കർ വരുന്ന ഈ 2.5 ഏക്കർ ഉൾപ്പെടുന്ന 19 ഏക്കറിൽ താമസിക്കുന്ന ഇത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്നോ അത് അളന്ന് തിട്ടപ്പെടുത്തി ആ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളെ മാറ്റണമെന്ന് പറഞ്ഞ് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ആ റിട്ട് പെറ്റീഷനിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അന്നത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നു. ആ ജില്ലാ കളക്ടർ ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 19 ഏക്കറിൽ വരുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ ഉത്തരവാകുന്നു. ബഹുമാനപ്പെട്ട കുന്നത്നാട് തഹസിൽദാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 19 ഏക്കറിൽ വരുന്ന ഇപ്പോൾ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നോട്ടീസ് കൊടുത്തു. എന്താ നോട്ടീസ്? നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സർക്കാർ രേഖകൾ, പട്ടയമോ മറ്റ് രേഖകളോ ഉണ്ടെങ്കിൽ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും രേഖകൾ ഇവരുടെ കയ്യിൽ സർക്കാർ പട്ടയം കിട്ടിയെന്ന പറയുന്ന രേഖകൾ ഇല്ലെങ്കിൽ സർക്കാരിന് ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് അപേക്ഷ ക്ഷണിച്ച് വീണ്ടും പട്ടയം കൊടുക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ മുന്നിൽ കണ്ട ആകെയുള്ള ലൂപ്പ് ഹോള്. ആ നിയമപരമായിട്ടുള്ള സാധ്യതയാണ് 14 തവണയും ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇന്നും പാരിയത്തുകാവിൽ ഈ ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇടപെടലുകൊണ്ടാണ്, നിയമപരമായിട്ടുള്ള ഇടപെടലുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഭൂമി സർവേ തിട്ടപ്പെടുത്തുമ്പോൾ ഈ 2.5 ഏക്കർ അതിലല്ല വരുന്നത് എങ്കിലോ? ഏക്കറിലാണ് ഈ 2.5 ഏക്കർ വരുന്നത്. അങ്ങനെ വരാതിരിക്കില്ലല്ലോ. കാരണം ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കല്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം സർക്കാർ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി SLP തള്ളി, ഹൈക്കോടതി ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ ഒരു കേസ് വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമ എന്ന് പറയപ്പെടുന്ന ശങ്കരൻ നായർക്കാണ് സർക്കാർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശങ്കരൻ നായർ ഇത്രയും കേസ് നടത്തിയിട്ടും സർക്കാർ രേഖാമൂലം ഒരു കാര്യം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് അത്തരം രേഖകളൊന്നും കൊടുക്കാൻ കഴിയാത്തത്? ശരി, അപ്പോൾ ഇത് കൃത്യമായിട്ട് 70കളിൽ മുമ്പ് തുടങ്ങിയ ഒരു കേസാണ്. നമുക്കറിയാം, അന്നൊന്നും റവന്യൂ റെക്കോർഡ്സിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റുകളില്ല. പലപ്പോഴും വില്ലേജ് ഓഫീസുകൾ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരെങ്കിലും സർക്കാർ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ പുറത്തൊരു കേസ് നടത്തി ആ കേസിൽ അനുകൂലമായ വിധിയുണ്ടാകുന്നു എന്ന് പറഞ്ഞ് നിരപരാധികളായിട്ടുള്ള ദളിതരായിട്ടുള്ള അജ്ഞരായിട്ടുള്ള നിയമത്തിൻ്റെ അജ്ഞത കൊണ്ട് കേസ് നടത്താൻ കഴിയാത്ത കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർ പിറന്ന മണ്ണിൽ അവരെ കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളെയാണ് ജനകീയമായിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും
സമരത്തെ CPIM ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ ദളിത് കുടുംബങ്ങളെ ഒഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ മുൻ MLA കൂടിയായിരുന്ന PV ശ്രീനിജൻ അടക്കം പറയുന്നത്. അതേസമയം ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്ന ആക്ഷേപം ആണ് മറുഭാഗത്ത് നിന്ന് ഉയരുന്നത്. അടുത്ത ദിവസം അവിടെ മന്ത്രി റോജി തന്നെ സ്ഥലത്ത് എത്തി ഈ വിഷയത്തിൽ പ്രതിസന്ധി നേരിടുന്നവരുമായി ആശയവിനിമയം നടത്തും എന്ന വിവരങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിസങ്കീർണമായ ഒരു പ്രതിസന്ധിയാണ് ആ വിഷയത്തെ നേരിടുന്നത്. കാരണം നിലവിലൊരു കോടതി വിധി കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്നത് സർക്കാർ കൂടി ഇടപെട്ട് തീരുമാനിക്കേണ്ട ഒന്നായി മാറുന്നു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.